പിന്നെ പൊന്നും മക്കളെ ഇന്ന് നമ്മളെ നനച്ചുള്ളിപ്പണി നടക്കണം കേട്ടോ. ഡയറി തുറക്കണ വീടാണിത്. അതൊന്നും ഒരു കച്ചവടം ഉണ്ടായില്ല. ഇന്നിപ്പോൾ അത് ഒരുപാട് കച്ചവടം വന്നിട്ടുണ്ട്. ഞാൻ നിങ്ങൾ കൂടി കാണിച്ചിട്ട് നിങ്ങൾ കണ്ടു നോക്കിയത്. അപ്പം നമ്മളെ വീഡിയോ ആദ്യമായി കാണുന്നത് ചെയ്യാം, ഒന്ന് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. അപ്പം നേരെ വീഡിയോ വരാം. ഓക്കെ, ഇതൊക്കെയാണ് വലിച്ചിട്ടുള്ളത്. നമ്മൾ ഫസ്റ്റ് ഉണ്ടാക്കാൻ നമ്മളെ ഫാദറിൻ്റെ റൂം കേട്ടോ. അപ്പോൾ ഇതാണ് ഫാദറിൻ്റെ റൂം. തുടക്കം പറഞ്ഞതാണ് പള്ളിയിലെ എന്തെല്ലാമാണ് പാതിച്ചുള്ളത് നോക്കി. പല പല പേപ്പറുകളുണ്ട്. ഇത് എന്താ ഒന്നും എനിക്കറിയില്ല. പിന്നെ ഇവിടെ ഒരു കാര്യം വെച്ചാൽ ഇവിടെ ആണ് ഫോട്ടോ ഉണ്ട്. ഇതാരാണെന്ന് നമ്മളെ ഫാമിലിയിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. അറിയില്ലേ ഇതാരാണെന്ന് കമൻറ്റ് ചെയ്യും. അപ്പോൾ നമ്മൾ ഫാൻ തുടച്ച് കഴിഞ്ഞ് ജനലിൽ കമ്പിയാൻ തുടച്ച് കഴിഞ്ഞ് പിന്നെ പുറത്തോളം തിരിപ്പിട്ടുകൾ അങ്ങനെ എല്ലാ സ്ഥലത്തും ഒരുപാട് പണികളുണ്ട്. അപ്പോൾ തുടങ്ങിയിട്ടുള്ളൂ. ബാക്കി നമ്മൾ ഇനി തുടങ്ങി കഴിഞ്ഞ് ഈ റൂമൊക്കെ നന്നാക്കാൻ കേട്ടോ. തുടങ്ങി ഇവ ഭയങ്കര റിപ്പയറിങ്ങാണ്. ഇപ്പം മെക്കാനിക്കിൻ്റെ സ്പെഷ്യലിസ്റ്റാണ്. നീക്കല്ലേ ഇവനിക്ക് നനച്ചുള്ളിനെ ഭയങ്കര ഇഷ്ടമാണ്. അതെന്തുകൊണ്ടാണ് നനച്ചുള്ളിനെ ഇഷ്ടം പറഞ്ഞ എന്താണ് കേട്ടോ? പിന്നെ ബെഡൊക്കെ അവിടെ ഉണക്കാട്ടിക്കണം അല്ലേ? ബെഡ് ചൂടാക്കട്ടെ. അപ്പോൾ ബാക്കി നമ്മൾ ഇങ്ങനെ എടുക്കുന്ന ഇങ്ങനെ കാണിച്ചു കേട്ടോ. അത് തുടങ്ങല്ലോ വാ ഇതോടെ തിരുമ്പാ വാ. ഇത് നല്ല പുതുമ. ഞാൻ തുടച്ചത് പോരാ. എന്താ നമ്മൾ തുടച്ച് പോയാൽ ജനങ്ങൾ ഇപ്പോൾ രണ്ടാമത് നമ്മൾ തുടക്കുന്നത്. ഞാൻ ജനം തുടച്ചോ ഞാൻ എടുത്തുണ്ടല്ലോ കണക്കനായിക്കോട്ടെ. എന്താ ചിരി എൻ്റെ പണി പോരല്ലോ. നമ്മൾ കട്ടിലൊക്കെ മറിച്ചിട്ടേ കാറ്റിലാട്ടോ മാസ്ക് കെട്ടിങ്ങനെ. അങ്ങനെ പിന്നെ വൈകുന്നേരം കുറെ വരും പൊടി കയറിയാൽ ഇപ്പോൾ തുറക്കണ്ടില്ലേ? ഇപ്പം ഏകദേശം എനിക്ക് മനസ്സിലായില്ലേ? ഡെയിലി തുടച്ച ഞങ്ങളുടെ വീടാണിത്. മനസ്സിലായില്ലേ? ഉമ്മുൻ്റെ കള്ളപ്പണി ഇതാണ് ഉമ്മുൻ്റെ കൊള. ഡെയിലി തുടച്ച് നന്നാക്കുന്ന പേരൻ്റെ ഉള്ളിലെ കച്ചറ നോക്കി നമ്മളെ പറ്റിക്കാൻ വേണ്ടിട്ട് വെറുതെ മഫായിട്ട് വന്ന് ബിരിയാണി ചെമ്പ് ഇറക്കണ മാതിരി ഇളക്കും. കണ്ടില്ലേ എത്ര പോലെ കച്ചറാണ്. എല്ലാ തിരുമ്പാനുണ്ടാട്ടെ. ഈ റൂം നന്നാക്കാൻ കുറച്ച് റിസ്ക് ആട്ടോ. കാരണം വെച്ചാൽ ഇതൊരു വണ്ടിപ്പിരാന്തൻ്റെ റൂമാണ്. എന്നിട്ട് നോക്കി എത്തുമ്പോഴും ഓരോരോ അഭിപ്രായങ്ങൾ. എന്തൊക്കെ എടുക്കണ്ടേ എന്തൊക്കെ കാട്ടിനി ഒന്നും അറിഞ്ഞില്ല. എന്താത്ത കഥ. അപ്പോൾ നമ്മളെ സീലിങ്ങിൽ അവിടെ പൊട്ടി നമ്മൾ മാറൽ കെട്ടിയാണ്. അപ്പോൾ അവിടെ നടച്ചു കൊടുത്ത് ഇനിയിപ്പോൾ ലാസ്റ്റ് റൂം പോകാൻ ഇതും കൂടി നന്ദി കഴിഞ്ഞാൽ നമ്മളെ റെഡി കഴിഞ്ഞ്. നിനക്കെന്താ അങ്ങനെ നനച്ചുള്ളി പണിക്ക് എന്തെങ്കിലും പറ്റുന്ന ഉറപ്പാട്ടോ. നമ്മളെ ഒരാഴ്ചയില്ലേ നെറ്റിമ കുത്തി ക്ലിപ്പ്. അപ്പോൾ അതിലുള്ള ഒരു കുച്ചാണ്ടാവില്ല അവർ തട്ടിയിട്ട് അതല്ലേ മാറിക്കോളൂ. നല്ല ഈ ഓരോരോ കാട്ടി കൊടുക്കുക നല്ല ഞാനട്ടാ പണി ഇട്ടോളാ. കാണിച്ചടിക്കാം കാണിച്ചടിക്കാം. ഇതാണ് പറഞ്ഞത് നല്ല ശ്രദ്ധിക്കണം. ആ വാതിൻ്റെ അവിടെ ഒരു സാധനം കറച്ചിട്ടുണ്ട്. അത് മൂലപ്പഴ കുത്തി. അപ്പോൾ ചിലപ്പോൾ നനച്ചുള്ളി പണി ഇന്നത്തെ ചിലപ്പോൾ അവസാനിക്കാതെ കാണിച്ചൊക്കെ ഉണ്ട്. ബാക്കി ഇനി നാളെ കൊടുക്കാം കേട്ടോ. കാരണം അപ്പോൾ ചെറിയ പരിക്ക് പറ്റില്ല. എന്താ ചെയ്യാം. അങ്ങനെ മക്കളെ ലാസ്റ്റ് വെച്ച് നനച്ചുകൂടി അടിമ കത്തി കേട്ടാ. ഇതിന് നല്ല രീതിയിൽ പോവേന്ന് പണിയെല്ലാം കഴിഞ്ഞപ്പോൾ ലാസ്റ്റ് അടിമ കത്തി. എന്താ അങ്ങനെ കാര്യം. വേഗം വളർത്തേമാ സാധനം എടുക്കേ ഞാൻ കുറച്ചോളാം. ഈ ഹോസ്പാസ് കൂടിയാലും കളല്ലേ. ഇപ്പോൾ ലാസ്റ്റ് നല്ലപോലെ തുടച്ച് എല്ലാ പണിയും കഴിഞ്ഞ് ജനൽ എടുക്കുന്നത്. അപ്പോൾ ജനൽ കുറച്ച് പോരാന്ന് ഒരാഴ്ച ഒരു കംപ്ലൈൻറ്റ് ജനൽ കുറച്ച് പോരാന്ന്. എവിടെ ആളെ അങ്ങനെ വാ വാ ഇവിടെ പോളോക്കി. എന്താ ചോദിച്ചതിനെ കാര്യം. സ്വർണ്ണ കാശം വരും. എനിക്കെല്ലാം ബെഡ്ഷീറ്റ് ശരിയല്ലേ നല്ല വൃത്തിയായില്ല.
തലേടാ അപ്പോഴേ പറഞ്ഞതുപോലെ നമ്മൾ നാച്ചുറൽ പണി തീർന്നിട്ടാ എനിക്ക് എന്താ പൊടി ആയിട്ട് കരി വരുന്നുണ്ട് അടിപൊളിയാകുമ്പോ അപ്പോൾ നമ്മൾ നാച്ചുറൽ പണി തീർന്നിട്ടാ ഇതാണ് ലാസ്റ്റ് ഘട്ടം ബെഡിലൊക്കെ നന്നാക്കി റൂമൊക്കെ ക്ലിയർ ആക്കി ബെഡ്ഷീറ്റൊക്കെ ഇട്ട് അപ്പം നമുക്ക് ഇതുപോലെ നല്ലൊരു വീഡിയോ നമ്മൾ വീണ്ടും കാണാം.